നമ്മുടെ സലീമേട്ടൻ്റെ ഫ്യൂണറലിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? വൈ ഇസ് മീഡിയ ദ വാട്ട് ഇസ് മീഡിയ? നമ്മൾ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് ഇപ്പം നീലക്കുയിൽ അല്ലേ, പിന്നെ ബട്ടർഫ്ലൈ മീഡിയ. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞു ഇട്ടിട്ടുണ്ട്. അത് അവർ ഷൂട്ട് ചെയ്യുന്നു അവരുടെ ചാനൽ, അതുപോലെ തന്നെ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നു. ഹാർട്ട് ബ്രേക്കിംഗ്, ഇറ്റ്സ് ഹാർട്ട് ബ്രേക്കിംഗ്. ആൻഡ് എസ്പെഷ്യലി സുബി എനിക്ക് ഭയങ്കര അടുത്തൊരാളാണ്. സുബീനെ നിങ്ങൾക്ക് അറിയുന്നതിനെക്കാട്ടും മുമ്പ് എനിക്ക് എൻ്റെ 15 വയസ്സ് തൊട്ട് അറിയാം. വി.ഡി. സതീശൻ സാർ അവിടെ ആൾക്കാരുടെ അടുത്ത് മാറാൻ പറയുന്നു, ഹൈബീഡൻ മാറാൻ പറയുന്നു. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, സിവിക് സെൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ബോധം. Hello everyone, welcome back to my take. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇന്ന് എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് എനിക്കും സംസാരിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ബിക്കോസ് ഐ ഫീൽ ദാറ്റ് ഇറ്റ് നീഡ്സ് അറ്റൻഷൻ. നമ്മൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചെയ്തിട്ട് കാര്യമുള്ളൂ. ബിക്കോസ് അത്രയും അധികം ഇതൊരു മനുഷ്യർക്കും എല്ലാവർക്കും ഇൻകൺവീനിയൻസ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദി ഓൺലൈൻ മീഡിയ. ഓക്കെ, ഓൺലൈൻ മീഡിയ എന്ന് പറയുമ്പം അഫ്കോഴ്സ് അതിൽ കുറേ പ്രൊഫഷണലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെ അല്ല ഞാൻ പറയുന്നത്. ഓൺലൈൻ മീഡിയ എന്ന പേരിൽ ഇപ്പോൾ ആർക്കും ഒരു സാധനം ഷൂട്ട് ചെയ്യാം, ഒരു ജേർണലിസ്റ്റ് എന്ന് വേണമെങ്കിൽ അവരെ തന്നെ വിശേഷിപ്പിക്കാം. ആ ഒരു ഫ്രീഡം അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം മനുഷ്യർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു ഫോണും പിടിച്ച് ഒരിടത്തേക്ക് കയറി പോവുകയാണെങ്കിൽ സഡൻലി ദേ കൻ ജസ്റ്റ് സേ ഞാൻ ഓൺലൈൻ മീഡിയ ആണെന്ന് പറയുമ്പോൾ നമുക്കൊന്ന് തിരിച്ച് പറയാനും പറ്റൂല. ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞ ഈ ഒരു വലിയൊരു അംബ്രലയുടെ കീഴിൽ വരുന്ന കുറേ ആൾക്കാർ വളരെയധികം രീതിയിൽ ആ പേര് യൂസ് ചെയ്ത് ആ ഒരു കാര്യം മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. ലെറ്റ് മീ ടെൽ യു മൈ ഓൺ എക്സ്പീരിയൻസ്. ഞാൻ ഇന്നത് സംസാരിക്കാൻ കാരണം നമുക്കറിയാം, നമ്മളുടെ സലീമേട്ടൻ്റെ ഫ്യൂണറലിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അതിലേക്ക് എനിക്ക് കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ ആഗ്രഹമില്ല. ഒരു ബേസിക് ആയിട്ടുള്ള സിവിക് സെൻസ് ഇല്ലാത്ത കുറേ മനുഷ്യരുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു മരണ വീട്ടിൽ പോയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് പോലും അറിയാത്ത ഒരു സമൂഹം. എനിവേ, അതവിടെ കിടക്കട്ടെ. ഞാനത് ഇന്ന് സംസാരിക്കാൻ കൂടുതൽ സെലക്ട് ചെയ്ത കാര്യം ഇസ് ബിക്കോസ് ഐ ഡിഡ് എ വീഡിയോ റീസെൻ്റ്ലി. ഐ ഡിഡ് എ വീഡിയോ ആൻഡ് ആ വീഡിയോ ബേസിക്കലി മൈ ടേക്കിൽ യു നോ വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ്. ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറയുന്നു. ഇറ്റ്സ് ജസ്റ്റ് പേഴ്സണലി മൈ ടേക്ക്. സോ ഞാൻ എൻ്റെ ബാഡ് എക്സ്പീരിയൻസസ് ഇൻ മൈ കരിയറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു. ആ ബാഡ് എക്സ്പീരിയൻസസിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യുനോ, ആദ്യത്തെ കുറേ ഷോസിന് സാലറി കിട്ടാത്തതും ബാഡ് ബിഹേവിയർ ഫ്രം പീപ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു വീഡിയോ ചെയ്ത ശേഷം ഈ കാര്യങ്ങൾ ഞാൻ മറ്റ് ഇൻ്റർവ്യൂസിൽ പണ്ടും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സംസാരിക്കാതിരുന്നിട്ടില്ല. ഞാൻ എപ്പോഴും എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ്. പക്ഷേ ഫോർ സം റീസൺ ഈ സമയത്ത് ഈ വീഡിയോ ചെയ്തപ്പം എല്ലാവരും അത് ഏറ്റുപിടിച്ചിട്ട് ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയും തുടങ്ങുമ്പം എൻ്റെ കുറേ പോസ്റ്റേഴ്സ് വിത്ത് ഞാൻ തന്നെ പറഞ്ഞ കാര്യങ്ങൾ എഴുതുന്നു. ആൻഡ് പെട്ടെന്ന് എന്നെ എല്ലാ ചാനൽസിൽ നിന്നും വിളിക്കുന്നു, രഞ്ജിനി ഞങ്ങൾക്കൊരു ബൈറ്റ് തരുമോ, ഇത് പറയൂ അത് പറയൂ. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞു ഇട്ടിട്ടുണ്ട്. പക്ഷേ വാട്ട് ഐ നോട്ടിസ്ഡ് വാസ് ഈ ഓൺലൈൻ മീഡിയ സം ഓഫ് ദാം അവർ സെലക്ട് ചെയ്ത് പോസ്റ്റർ അടിക്കുന്ന കാര്യങ്ങൾ അതിലേറ്റവും ക്ലിക്ക് ബേറ്റ് വേർതി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒരു നടൻ ഷർട്ട് ഇല്ലാത്ത ഫോട്ടോ അയച്ചു, ഒരു മ്യൂസിക് ഡയറക്ടർ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഓൾ യുനോ ബേസ്ഡ് ഓൺ സർട്ടൻ തിങ്സ്. ക്ലിക്ക് ബേറ്റ്സ് ആവാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതിൽ, മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ആൻഡ് ഐ വാസ് ലൈക്ക് ബേസിക്കലി ആ വീഡിയോ ബേസ് ചെയ്ത് മറ്റുള്ള ആൾക്കാർ അത് വിറ്റ് ഉണ്ടാക്കുന്നു. അവരുടെ ജോലി അതായിരിക്കാം, ദേ മേക്കിംഗ് കോണ്ടന്റ് ഓഫ് എനിത്തിങ് ആൻഡ് എവറിത്തിങ്. ബട്ട് ഐ ഫീൽ ലൈക്ക് ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോ മനഃപൂർവ്വം ചെയ്തിട്ടാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ ഇൻ്റർവ്യൂസിന് വിളിച്ച ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓൾറെഡി എന്ത് വേണേലും ആ വീഡിയോയിലുണ്ട്, ആ വീഡിയോയിലുള്ളത് ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ എടുത്തിട്ടോ, ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. പക്ഷേ എനിക്ക് ഇനിയും അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. when I do an interview, when I want to do an interview, I'll talk about it. So I just felt like, okay, why is media there? What is media? What is the press? Okay, നമുക്ക് എല്ലാവർക്കും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ ദ ഫ്രീഡം ഓഫ് ദ പ്രസ് ഇസ് ഓൾസോ വെരി വെരി ഹ്യൂജ്. പക്ഷേ ഈ പ്രസ് എന്ന് പറയുന്നവരിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അതിനുവേണ്ടി പഠിച്ചാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഓക്കെ, ജേർണലിസം അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കോഴ്സസ് ഒക്കെ ഉണ്ട്. അതിൽ കുറേ കാറ്റഗറീസും ഉണ്ട്. ദർ ഇസ് ക്യാമറമെൻ, ദർ ഇസ് ജേർണലിസ്റ്റ്, ദർ ഇസ് ലൈക്ക് ആങ്കേഴ്സ്, ഹോസ്റ്റ്, അതിന് വർക്ക് ചെയ്യുന്ന പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അങ്ങനെ കുറേ
സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് പ്രസ്. ആൻഡ് നമ്മുടെ നാട്ടിൽ പ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ കേട്ട് വളർന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. മനോരമ, മാതൃഭൂമി, ഇപ്പം ന്യൂസ് 18, റിപ്പോർട്ടർ, സോ മെനി ചാനൽസ് ലൈക്ക് ദാറ്റ്. പണ്ടൊക്കെ ഒരു പ്രസ് കോൺഫറൻസ് അല്ലെങ്കിൽ പ്രസ് എന്ന് പറയുമ്പം നമ്മളുടെ മീറ്റിങ്ങിന് വരുന്നത് ഐഡൻറ്റിറ്റി കാർഡ്സ് ഒക്കെ വെച്ചിട്ടാണ്. ആ ഐഡൻറ്റിറ്റി കാർഡ് ഇല്ലെങ്കിൽ പ്രസ്സിന് അനുവാദമല്ല. നമ്മളവരെ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ ID കാർഡ് കാണിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനിൽ കയറാൻ, എസ്പെഷ്യലി നമ്മളുടെ പ്രൈവറ്റ് ഫംഗ്ഷൻസിൽ കയറാൻ, അല്ലെങ്കിൽ നമ്മളുടെ റിക്വസ്റ്റ് അനുസരിച്ച് അവർ വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ. ബട്ട് സഡൻലി ഈ ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞൊരു ലോകം അത് ഇവോൾവ് ചെയ്തതിന് ശേഷം ഈ പ്രസ്സും ഈ ഓൺലൈൻ മീഡിയയും തമ്മിലുള്ള ഡിഫറൻസ് അങ്ങ് മാഞ്ഞുപോയി. ഇപ്പം ആരാണ് ശരിക്കുള്ളൊരു ജേർണലിസ്റ്റ്, ആരാണ് ഒരു ഓൺലൈൻ മീഡിയ പേഴ്സൺ? അവരൊരു ജേർണലിസ്റ്റ് ആണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവർക്ക് ശരിക്കും ഒരു എഡ്യൂക്കേഷനും ഇതിലുണ്ടാവില്ല. ഓൾ ദേ ഹാവ് ഈസ് എ ഫോൺ. ഓക്കെ, ആൻഡ് അവർ ആ ഫോണുമായിട്ട് അവിടെ പോകുന്നു, അത് അവർ ഷൂട്ട് ചെയ്യുന്നു, അവരുടെ ചാനൽ അതുപോലെ തന്നെ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ ഒന്നും രണ്ടും ആൾക്കാരല്ല ഇപ്പോൾ ഈ ലോകത്തുള്ളത്. ദർ ആർ സോ മെനി പീപ്പിൾ, എസ്പെഷ്യലി ഇൻ കേരള. ദ നമ്പർ ഓഫ് ഓൺലൈൻ മീഡിയ പീപ്പിൾ ഈസ് അൺബിലീവബിൾ. ഇപ്പം നമ്മൾ കുറേ പേര് റെഗുലർലി കാണുന്നുണ്ട്. നമുക്കറിയാം അവരതൊരു പ്രൊഫഷനായിട്ട് ചെയ്യുകയാണ്. അവരൊരു ടീം ഓഫ് ആൾക്കാരെ എടുത്ത്, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് ഇപ്പം നീലക്കുയിൽ അല്ലേ, പിന്നെ ബട്ടർഫ്ലൈ മീഡിയ, ദർ ഇസ് സം ഇന്ത്യ സിനിമ ഗാലറി, അങ്ങനെ കുറേ ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. ഇവരെയൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. അതിൽ അവരെ വിളിച്ചിട്ടാണ് കുറേ പേര് സിനിമ പ്രൊമോഷനും അതൊക്കെ ചെയ്യുന്നത്. ഓൾ ദാറ്റ് ഇസ് ഫൈൻ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇൻവേഡിങ് എ പേഴ്സൺസ് പ്രൈവസി, ഹൗ ഈസ് ദാറ്റ് ഫെയർ? ഓക്കെ, അപ്പോഴാണ് ഈ സലീമേട്ടൻ്റെ ഇഷ്യൂ കാണുന്നത്. സലീമേട്ടനെ മാത്രമല്ല, അതിന് മുമ്പ് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ്റെ ഇതിലും നമ്മളിത് കണ്ടു. ഒരു മരണം നടക്കുമ്പോൾ, ഓക്കെ, കല്യാണമൊക്കെ നടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് ഹാപ്പി, എല്ലാവരും എൻജോയ് ചെയ്യാണ്, അടിച്ചു പൊളിക്കുകയാണ്, ഹാപ്പി ഇമോഷൻസ് ആണ്. ഹാപ്പിനെസ് നമുക്ക് ആൾക്കാരുടെ കൂടെ ഷെയർ ചെയ്യുന്നതിൽ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു മരണ വീട്ടിൽ ഇങ്ങനത്തെ ആൾക്കാർ ഇടിച്ചു കയറി, ഓൺലൈൻ മീഡിയക്കാർ മാത്രമല്ല, ചിലപ്പം സാധാരണ ജനങ്ങളും ഉണ്ടാവും ഇതിനകത്ത്. അവരും അതിലൊരു ഭാഗമായി ആ ഫോണും വെച്ച് അവിടെ വരുന്ന ആക്ടേഴ്സിനെയൊക്കെ ഷൂട്ട് ചെയ്ത് മരണം കാണാനോ മരണപ്പെട്ട ആളെക്കുറിച്ച് അറിയാനോ അവരെക്കുറിച്ചുള്ള കൺസേൺ കൊണ്ടല്ല ഇവരവിടെ നിൽക്കുന്നതെന്ന് വളരെ ക്ലിയർ ആണ്. ഓക്കെ, അവരവിടെ ബേസിക്കലി വന്ന് നിൽക്കുന്നത് എന്ന് വെച്ചാൽ അവിടെയുള്ള ചുറ്റുമുള്ള ഏതൊക്കെ സ്റ്റാർസാണ് വരുന്നത്, ആരൊക്കെ ആക്ടേഴ്സാണ് വരുന്നത്, അവരുടെ കൂടെ പോയി സെൽഫി എടുക്കുന്നു, അവരുടെ കൂടെ സെൽഫി ചോദിക്കുന്നു. ലൈക്ക് എന്തൊരു ലോകമാണ് ഇത്? ലൈക്ക് നിങ്ങൾക്ക് യു ഡോണ്ട് ഹാവ് എ ഹാർട്ട്. ആൻഡ് ഐ ഫെൽ സോ ബാഡ് ബിക്കോസ് എനിക്ക് പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫ്യൂണറൽസിലൊക്കെ പോകാൻ ഇഷ്ടമല്ല. ബിക്കോസ് അവരവിടെ വരുമ്പം ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ ഒരിക്കലും മറക്കില്ല, ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ വളരെ ക്ലോസ് ആയൊരു ഫ്രണ്ട് മരിച്ചുപോയി. അപ്പം ഞാൻ അദ്ദേഹം ഞാൻ സ്റ്റാർ സിംഗറിലൊക്കെ വന്ന സമയത്ത്, അപ്പം ഞാൻ കുറച്ച് ആൾക്കാർക്ക് എന്നെ പരിചയമുണ്ട്. ഞാൻ ഫ്യൂണറലിന് വേണ്ടി ഞാൻ അതിന് അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറി എനിക്ക് അങ്ങോട്ട് പോകാൻ പോലും പറ്റുന്നില്ല. അതിന് മുമ്പ് തന്നെ ഒരാൾ വന്നിട്ട് ചേച്ചി ഒരു സെൽഫി. എൻ്റെ മൂഡ് വേറെയാണ്, ഞാൻ എൻ്റെ ഫ്രണ്ട് മരിച്ചു കിടക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു സോറി, ഐ കനോട്ട് ഡു എ സെൽഫി ഹിയർ എന്ന് പറഞ്ഞിട്ട് ഐ സെഡ് പ്ലീസ്, ഇതിനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോയി. ദാറ്റ് വാസ് വൺ എക്സ്പീരിയൻസ്. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ സുബി മരിച്ചൊരു ഇൻസിഡൻ്റ് ഉണ്ട്. സുബി മരിച്ചപ്പം ഞാൻ എവിടെ പോയാലും എനിക്ക് എൻ്റെ ഇമോഷൻസ് ആൾക്കാർ കാണുന്ന അത്ര ഇഷ്ടമല്ല. സോ ഐ വെയർ മൈ സൺ ഗ്ലാസസ് ഓൾ ദ ടൈം. ഓക്കെ, ആൻഡ് എസ്പെഷ്യലി സുബി എനിക്ക് ഭയങ്കര അടുത്തൊരാളാണ്. സുബീനെ നിങ്ങൾക്ക് അറിയുന്നതിനെക്കാട്ടും മുമ്പ് എനിക്ക് എൻ്റെ 15 വയസ്സ് തൊട്ട് അറിയാം. ഓക്കെ, സോ ഐ നോ ഹെർ ലൈഫ് വെരി വെരി ക്ലോസ്ലി. ഞാൻ ഒരു ബ്ലാക്ക് സൺ ഗ്ലാസസ് ഇട്ടിട്ടാണ് ഞാൻ ഇതിന് പോയത്. ബിക്കോസ് ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഇമോഷൻ ഞാൻ എന്തിനാ ആൾക്കാരെ കാണിക്കുന്നത്, അതെൻ്റെ പേഴ്സണൽ ചോയ്സ് അല്ലേ. അന്ന് ഞാൻ ഇതിന് പോയി കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയപ്പം ഈ ഓൺലൈൻ മീഡിയ സുബിയുടെ മരണത്തിനെ കുറിച്ച് ഓഫ് കോഴ്സ് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ രഞ്ജന കണ്ണാടി വെച്ച് ഫ്യൂണറലിന് പോയിന്ന്. ഇതൊക്കെ ഒരാൾ മരിച്ചടക്കുമ്പം ഈ സൈഡിൽ കൂടെ ജാട, അഹങ്കാരി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഐ എം ലൈക്ക്, വാട്ട് ആർ യു ദെയർ ഫോർ? ലൈക്ക് ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. എന്തും കണ്ടന്റ് ആക്കി ഇടാം എന്ന് പറയണത് ഈസ് നോട്ട് ഫെയർ. റീസെൻ്റ്ലി ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് കണ്ടിട്ട് എന്നെ ആക്ച്വലി ഐ വാസ് വെരി ഡിസ്റ്റർബ്ഡ്. സലീമേട്ടൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ ലൈക്ക് നമുക്ക് നമ്മളുടെ യുനോ മലയാള സിനിമയിലെ ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂട്ടറാണ്. അപ്പം പൊതുവെ മലയാളികൾ എല്ലാവരും ശ്രീനിചേട്ടൻ പോയതുപോലെ തന്നെ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണ് അല്ലേ. ബിക്കോസ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോരം ആൾക്കാരാണ് നമ്മളെ വിട്ടു പോകുന്നത്. കാലത്തിൻ്റെ ഒരു യാത്ര, അത് നമുക്കൊക്കെ പ്രായമാവുന്നു, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ വിട്ടു പോകുന്നു. അത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടൊരു അനുഭവമാണ്. നമുക്കത് ഇത്രയും ഇൻറ്റൻസ് അനുഭവമാണെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അത് എത്ര ഇൻറ്റൻസ് ആണ് എന്ന് മനസ്സിലാക്കേണ്ട ഒരു സാമാന്യ ബോധമില്ലാത്ത കുറേ ആൾക്കാരുടെ ഇടയിലാണല്ലോ നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. അതിൽ ഏറ്റവും ഹേർട്ട് ചെയ്ത ചന്തുവിൻ്റെ റിയാക്ഷൻ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നതും സ്വന്തം മോൻ
അവന് മനസ്സമാധാനത്തോടെ അവൻ്റെ അച്ഛൻ മരിച്ചതിൽ കരയാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്ത്. ഏറ്റവും തമാശ എന്താ, കേരളത്തിലെ CM അവിടെ ആൾക്കാരുടെ അടുത്ത് പറയണേ, VD സതീശൻ സാർ അവിടെ ആൾക്കാരുടെ അടുത്ത് മാറാൻ പറയുന്നു, ഹൈബി ഈഡൻ മാറാൻ പറയുന്നു, MP ആയ ഹൈബി ഈഡൻ, MLA ആയ രമേശ് പിഷാരടി, അവരൊക്കെ അവിടെ ബൗൺസേഴ്സിൻ്റെ ജോലി ചെയ്യേണ്ട ഒരവസ്ഥ. ഓഫ്, പരിതാപകരം. ലൈക്ക്, സോ ഐ സീരിയസ്ലി ഫീൽ, I'm sure that അവരൊക്കെ അവിടെ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ദറ്റ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ യു നീഡ് സം സോർട്ട് ഓഫ് കൺട്രോൾ. എങ്ങനത്തെ കൺട്രോൾ ചെയ്ത് എങ്ങനെ മാറ്റാം എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ഓണസ്റ്റ്ലി ഓൺലൈൻ മീഡിയാസിനും ദർ നീഡ്സ് ടു ബി സം സോർട്ട് ഓഫ് ID കാർഡ്, ഒരു ഐഡൻറ്റിഫിക്കേഷൻ. ഇവർ കുറച്ച് കാശ് കൊടുത്ത് എൻറോൾ ചെയ്യണം, മെമ്പേഴ്സ് ആവണം എന്തെങ്കിലും ഗ്രൂപ്പിൽ. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഐ തിങ്ക് നമ്മുടെ കേരള ഗവൺമെൻറ് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന് കുറച്ചെങ്കിലും കൺട്രോൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ്, ഏത് വഴി കൂടെ നടക്കുന്ന ആൾക്കാർക്കും ഞാൻ ഇതാണ് എന്ന് പറഞ്ഞ് ഫോണും പിടിച്ച് വരാം. അവർ ചിലപ്പം വെറുതെ ആൾക്കാരെ കാണാൻ വന്നതായിരിക്കും, ചിലപ്പോൾ അവർക്കൊരു ഓൺലൈൻ മീഡിയ ഉണ്ടാവത്ത് പോലുമില്ല. പക്ഷെ നമ്മൾ ഈ ഫോണൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവർ ഓൺലൈൻ മീഡിയ ആയിരിക്കും, നമ്മളിതെല്ലാം പറഞ്ഞാൽ നമ്മളെ അങ്ങനെ ഇടും എന്ന് വിചാരിക്കുമല്ലോ. നോബഡി വാണ്ട്സ് ടു കം അക്രോസ് ബാഡ്ലി ഇൻ ദ മീഡിയ. ബട്ട് അതിനൊരു കർബ് ചെയ്യാൻ വേണ്ടി ദ ഓൺലി വേ ഐ ക്യാൻ തിങ്ക് ഓഫ് ഇസ് വൺ, ഇവർക്ക് വേണ്ടിയുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ, എൻറോൾമെൻറ്റ്, മെമ്പർഷിപ്പ് ഉള്ള ഒരു സ്ഥാപനം. പ്രസ് അല്ല ഇവർ. പ്രസ് മെമ്പേഴ്സ് ആവണമെങ്കിൽ അതിന് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് വേണം. അതുപോലെ ഈ ഓൺലൈൻ മീഡിയാസിന് വേണ്ടി സംതിങ് സിമിലർ, എന്താണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ ക്രൈറ്റീരിയൻ എന്താണെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്ത് അതിനെ ഒരു സിസ്റ്റം ആക്കിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്ന്. രണ്ടാമത്, കുറച്ചുകൂടെ ഹാർഡായിരിക്കും, എസ്പെഷ്യലി ഫോർ സ്റ്റഫ് ലൈക്ക് ഫ്യൂണറൽസ്. നമുക്കെല്ലാവർക്കും മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ സാധനങ്ങൾ നടക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഓൺലൈൻ മീഡിയാസ് ഇത്രയും സക്സസ്ഫുള്ളായി നടക്കുന്നത്. ഇനോഗ്രേഷൻസിൽ പോകുമ്പം അവിടെ വീഡിയോസ് എടുക്കുന്നു, കുറേ ആൾക്കാർ ഇങ്ങോട്ട് വിളിപ്പിച്ച് അവരെ കൊണ്ട് വീഡിയോസ് എടുപ്പിക്കുന്നു. ഓക്കെ, വാട്ട് എവർ, ലെറ്റ് ദാറ്റ് ബി. ബട്ട് നമ്മൾ വിളിക്കാതെ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ എത്തുമ്പം നമ്മുടെ പെർമിഷനിലാണ് നമ്മുടെ വീട്ടിലേക്ക് കയറാൻ പാടില്ല. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നടക്കുമ്പം ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് എ പോസിബിലിറ്റി, ബട്ട് ഐ ഓണസ്റ്റ്ലി ഫീൽ ബൗൺസേഴ്സ്, എൻട്രി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കേണ്ടി വരും. ബിക്കോസ് നമ്മളെ ഫോഴ്സിങ് ആണ്. ഇപ്പം നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ കാണുന്ന അനുഭവങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത്, ഓ മൈ ഗോഷ്, like I don't want my privacy and my private space to be online content. മനസ്സിലായില്ലേ? Like it's so sad. It is so sad. Definitely മരിച്ചു പോകുമ്പോൾ, എസ്പെഷ്യലി വലിയ വലിയ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ പോകുമ്പോൾ അവരെ കുറച്ച് കാണണം ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ടാവും. ബട്ട് മേ ബി യു ഷുഡ് ജസ്റ്റ് ബാൻ ഫോൺസ്. ഇങ്ങനത്തെ സ്ഥലത്ത് മേ ബി യു ഷുഡ് നോട്ട് അലൗ ഫോൺസ് എനിമോർ. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ യു ജസ്റ്റ് ഗെറ്റ് ദം ഔട്ട് ഓഫ് ദെയർ. ബിക്കോസ് നമ്മളുടെ സ്വകാര്യ നിമിഷങ്ങൾ ക്യാപ്ചർ ചെയ്ത് പബ്ലിക്കിൽ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഈസ് നോട്ട് സച്ച് എ ഗ്രേറ്റ് തിങ്. ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് ബിക്കോസ് അത്രയധികം വിഷമത്തോടെ ഇരിക്കുമ്പം ആ മോമെൻറ്റ് അവരുടെ ഒരു പ്രൈവസിയിൽ, എസ്പെഷ്യലി ലാസ്റ്റ് മൊമെൻറ്റ്സ് ഒക്കെ അവർക്കത് അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാർട്ട് ബ്രേക്കിംഗ്. ഇറ്റ്സ് ഹാർട്ട് ബ്രേക്കിംഗ്. എല്ലാവർക്കും, ഞാൻ കുറേ ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ പോയി എന്ന് എനിക്കറിയാം, ആ നാട്ടുകാർ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫോൺസ് എന്ന് പറയുന്ന സാധനത്തിന് ക്യാപ്ചർ ചെയ്യുമ്പം എന്തെങ്കിലും ഒരു ഇതില്ലെങ്കിൽ ഇറ്റ് ഡസൻ വർക്ക് ഔട്ട്. ഇറ്റ്സ് വെരി വെരി സാഡ് ആൻഡ് ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഐ ഷുഡ് ഓൾസോ ടോക്ക് അബൌട്ട് ഇറ്റ്. ഇതിലെനിക്ക് എക്സാക്ട്ലി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. സിവിക് സെൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ബോധം. ആ സാധനം എങ്ങനെയെങ്കിലും നമ്മൾ വളർത്തിയെടുക്കണം മനുഷ്യരിൽ. ബിക്കോസ് വളർത്തിയെടുത്തില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഈ ലോകം മുന്നോട്ട് പോകും. ആൻഡ് നമ്മൾ എന്തിനാണ് സഫർ ചെയ്യുന്നത്? മറ്റുള്ളവരുടെ പൊട്ടത്തരം നമ്മൾ സഫർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ സിവിക് സെൻസ് എങ്ങനെ എവിടെ പെരുമാറണം എന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജനതയെ നമുക്ക് വളർത്തിയെടുത്താൽ മാത്രമേ മാറ്റമുണ്ടാവും, നല്ല മാറ്റമുണ്ടാവും. ഈ വഴിയിൽ ആക്സിഡൻ്റ് ആവുമ്പം അത് ഷൂട്ട് ചെയ്യുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അയാളെ പോയി സഹായിക്കുക എന്നതല്ല. ഇതേക്കാൻ ഐ ക്യാൻ ടെൽ യു സ്റ്റഫ് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ബിക്കോസ് വണ്ടിയിൽ കൂടെ ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പം ഞാൻ ആക്സിഡൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആക്സിഡൻസ് കണ്ടിട്ട് അവിടെ ആൾക്കാർ കൂടുമ്പം കുറേ പേര് ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യുന്നു. ആക്സിഡൻസ് ലൈക്ക് ബൈക്കിൽ നിന്ന് വീഴുന്നതൊക്കെ. എന്നിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ 2-3 പേരെ എൻ്റെ വണ്ടി കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അത് വേറെ സൈഡിൽ എൻ്റെ വണ്ടി കയറ്റി കൊണ്ടുപോയിട്ട് ഞാനാണ് ഇടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് CCTV ഒക്കെ എടുത്ത് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്ത ആളാണ്. ലൈക്ക് അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പോയാലും നമ്മളെ കുറ്റവാളിയാക്കുന്ന ഒരു സമൂഹമാണ്. പ്രൂഫ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെടും, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് സഹായിക്കാനും തോന്നൂല. സോ ഈ ഒരു ബോധം എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കണം. എങ്ങനെ
നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മൾ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ കഴിച്ച സാധനങ്ങൾ എടുത്ത് വഴിയിലെറിയാതെ നമ്മളതൊരു ഡസ്റ്റ്ബിന് വേണ്ടി കാത്തിരിക്കുക. ബേസിക് ആയിട്ടുള്ള ഷിറ്റ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഓക്കെ നമ്മളൊക്കെ പുറത്തിറങ്ങൾ കാണിക്കും. പക്ഷെ ഒരു റെഗുലർ ഭാഗമായിട്ട് ഇപ്പം നമ്മുടെ വീട്ടിലെ കച്ചറ എടുത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അറിയാതിരിക്കുക. ലൈക്ക് ആ സിവിക് സെൻസ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന്, അല്ലേ? അതിപ്പോൾ ഓൺലൈൻ കോണ്ടന്റ് ആക്കി വിറ്റ്, അത് മാത്രമല്ല എന്ത് കിട്ടിയാലും ഓൺലൈൻ കോണ്ടന്റ്. വേറൊരാൾ അവരുടെ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെടുത്ത് അതിൽ ഏറ്റവും ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വേറെ രീതിയിലാക്കി ഓൺലൈൻ കോണ്ടന്റ്. ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ എന്തിനെയോ കുറിച്ച് പറഞ്ഞപ്പം ഒരു ആൾ വീഡിയോ ഇട്ടേക്ക് വേറൊരു വീഡിയോയിൽ എന്തോ ഇട്ടപ്പോൾ ഇതിലെ രഞ്ജനയുടെ വീട്ടിൽ കല്ലേറുന്നു. രഞ്ജനയുടെ വീട്ടിൽ ആര് കല്ലേറ്? ഇതും ഞാൻ ഈ മൈ ടേക്കിൽ എന്തോ പറഞ്ഞപ്പോഴാണ്. ഐ ഡോണ്ട് നോ വിച്ച് വീഡിയോ. ഡു യു റിമെമ്പർ വിച്ച് വീഡിയോ? I can't remember which one, but I'll show you. Adu kaanam, you'll see it online. What was I talking about? Entho nalle saana varade. I'm like, bro, like, chill the out. So I'm just really, really pissed off about it. But അതേ സമയം I have to say, ഇത് പ്രൊഫഷണലി കൊണ്ടുവന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെയും കൂടെ പേര് ചീത്തയാക്കാൻ വേണ്ടി we have a bunch of these people who come and behave however the heck they want anywhere and everywhere. And I think guys, like, take a chill pill. Seriously, take a chill pill. Because what will happen is ഇനി ആൾക്കാരുടെ നിങ്ങളോടുള്ള ബിഹേവിയർ വളരെ മോശമായിരിക്കും. അതുപോലെ there's another video. ഞാൻ ഒരു ഡോഗ് അഡോപ്ഷൻ ഡ്രൈവ് ചെയ്യാൻ പോയത്. അതും ഭയങ്കര പോപ്പുലറായ വീഡിയോ ആണ്. ബിക്കോസ് ആ കൊച്ചിൻ്റെ പുറകെ ചേച്ചിയുടെ പട്ടിയാണോ, ചേച്ചിയുടെ അഡോപ്ഷൻ ഡ്രൈവ് ആണോ, അവിടെ എത്തിയിരിക്കുന്നതിനെ കുറിച്ച് ഒരു കോപ്പും അറിയാത്ത, ഒന്നും അറിയാത്ത ഒരു കൊച്ച്. ചേച്ചിയുടെ പെറ്റാണോ അത്? അഡോപ്റ്റ് ചെയ്യുന്നതാണോ? എൻ്റെ പുറകെ ഉണ്ടായിരുന്ന് ഇങ്ങനെ പറഞ്ഞ് കിണങ്ങി നടന്നിട്ട് ഐ എം റിയലി പിസ്ഡ് ഓഫ് അറ്റ് ഹെർ. ഓക്കെ, എന്നിട്ട് ഐ ലുക്ക്ഡ് അറ്റ് ഹെർ ആൻഡ് സെഡ്, ഇവിടെ എന്തിനാ വന്നിരിക്കുന്നത്? ഷീ ഹാസ് നോ ഐഡിയ ഡു. അപ്പം ഞാൻ റിയാക്ട് ചെയ്തതാണ് കുറച്ച് ദേഷ്യത്തിൽ. ഐ വാസ് ലൈക്ക്, അപ്പം എൻ്റെ ഫേസിലുണ്ട് മറ്റേ കലിപ്പ്. അതിനും ആ വീഡിയോന് തെറിയിട്ടാൽ ഞാൻ എൻ്റെ പ്രൈവറ്റ് സ്പേസിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ബിഹേവ് ചെയ്യും, ഇനിയും ബിഹേവ് ചെയ്യും. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി. യു ആർ നൈസ് ടു മീ, ഐ എം നൈസ് ടു യു. ബട്ട് ഐ ഫീൽ ജനറലി ദാറ്റ് ദീസ് പീപ്പിൾ അവരുടെ മുകളിൽ ഒരു കണ്ണ്, ഒരു ക്യാപ്പ് ഇനി നമുക്കൊക്കെ വയ്ക്കാം, ആൻഡ് നമ്മൾക്ക് റിയാക്ട് ചെയ്യാം. വൈ നോട്ട്? എൻ്റെ ഫേസിൽ എനിക്കിഷ്ടമല്ലാതെ, ഞാൻ വളരെ നൈസാണ്, നമ്മളൊരു മൂവി പ്രൊമോഷന് പോവാണ്, ഇവരെയൊക്കെ അവിടെ വിളിച്ച് വരുത്തിയിട്ടുണ്ടാവും നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എല്ലാവരോടൊപ്പം നന്നായി ബിഹേവ് ചെയ്യുന്നത്, അവർ നമ്മളോടൊപ്പം നന്നായി ബിഹേവ് ചെയ്യുന്നത്. ഇതിനൊരു സന്ദർഭമുണ്ട്, മനസ്സിലായില്ലേ? പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ മരണത്തിന് ഞാൻ പോകുമ്പം എൻ്റെ മുഖത്തേക്ക് ക്യാമറയും പിടിച്ചു വന്ന് അടുത്ത പ്രാവശ്യം ഞാൻ ചിലപ്പോൾ ആ ഫോൺ എടുത്ത് വലിച്ചെറിയും. Maybe we should do that, അല്ലേ? ആൻഡ് ഇറ്റ്സ് അൺബിലീവബിൾ. ഫോട്ടോസ് ഒക്കെ ചോദിക്കുന്നു സെലിബ്രിറ്റീസിൻ്റെ അടുത്ത്. അവരവിടെ ദുഃഖത്തിൽ നിൽക്കുമ്പോൾ ഫോട്ടോ എടുക്കുന്നത് വേറെ അതുണ്ട്. സോ ഓൾ ഇൻ ഓൾ ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ഗൈസ്, ഇറ്റ്സ് നോട്ട് കൂൾ. ഐ എം വെരി പിസ്ഡ് ഓഫ് അബൌട്ട് ഇറ്റ്. ആൻഡ് അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി, ഞാൻ സംസാരിച്ചു. ഇതിൽ ഞാനും പറയുമ്പം ഞാൻ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. ബിക്കോസ് like people want to enjoy their privacy. Allah, I'm feeling so bad. I'm feeling so bad that idana ipo nammade avastha, you know. അതുകൊണ്ട് ബെസ്റ്റ് ഓഫ് ലക്ക് യു ഗൈസ്. ഐ എം പ്രിറ്റി ഷുവർ ഇതിൽ ഒരു ക്യാപ്പ് വരും, ആൻഡ് അത് വരുമ്പം അത് ഫോളോ ചെയ്യുക. ഇനി അത് വന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർ ചിലപ്പം വിൽ ഹാവ് ടു റിയാക്ട് ആൻഡ് യുനോ കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്കൊക്കെ എടുക്കേണ്ടി വരും. ആൻഡ് ദെൻ ഇറ്റ് ജസ്റ്റ് ഗെറ്റ്സ് ഡേർട്ടി. സോ പ്ലീസ് യൂസ് യുവർ ബ്രെയിൻ. ബുദ്ധി ദൈവം തന്നിട്ടുണ്ടല്ലോ, ബ്രെയിൻ ദൈവം തന്നിട്ടുണ്ടല്ലോ, അത് കുറച്ച് യൂസെങ്കിലും ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാം. ജസ്റ്റ് ബി നൈസ്, ബി കൈൻഡ്, ബി സ്വീറ്റ്. അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, എനിവേ ദാറ്റ്സ് ഓൾ ഐ ഗോട്ട് ഫ്രോം മീ ടുഡേ ഓൺ മൈ ടേക്ക്. ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ ഈ ഒരു പോലീസ് അഡ്വൈസറി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പോലീസ് പ്രൈവസിനെ കുറിച്ചുള്ള പുതിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ പ്രൈവസി ഭംഗപ്പെടുത്തുന്ന രീതിയിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്താൽ ഇനി മുതൽ നിയമ നടപടികൾ ഉണ്ടാവും. പോലീസ് പറയുന്നതനുസരിച്ച് IT ആക്ട് സെക്ഷൻ 66E പ്രകാരം ഇതിന് 3 വർഷം വരെ ജയിൽ ശിക്ഷയും 2 ലക്ഷം വരെ പിഴയും ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പാണ്. അതുകൊണ്ട് എല്ലാവരും പുതിയ നിയമങ്ങളും പ്രൈവസിയും മാനിക്കുക. ഇനി കാണാം എന്തെങ്കിലും ടോപ്പിക്സ് ആയിട്ട് വീണ്ടും. ഓക്കെ, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ലോട്സ് ഓഫ് ലവ്. ബൈ.